എന്താ മോളുടെ പ്രശ്നം? ഈ ജില്ലാ കളക്ടർക്ക് ശരിക്കും പ്രാന്ത. കാര്യം എന്താണെന്ന് വെച്ചാ പറ. എടി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അടുത്ത മാസം ഞങ്ങളുടെ സ്റ്റാഫ് അസോസിയേഷന്റെ വാർഷികമാണെന്ന്. ഓരോ വില്ലേജ് ഓഫീസിനും ഓരോ പരിപാടിയുടെ ചുമതല നൽകിയിരിക്കുകയാണ്. ഇപ്പൊ കളക്ടർ വിളിച്ചത് അന്ന് നടത്തുന്ന നാടകത്തിന്റെ ചുമതല മോഹനകൃഷ്ണനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയാണ്. എന്താടി? ഇങ്ങനെ ഇരിക്കും. പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെയായിരുന്നു. ഇപ്പോ സ്വർഗത്തിലും കമ്പ്യൂട്ടർ ഇറങ്ങിയിരിക്കുകയല്ലേ. എന്റെ പൊന്നോ, മോഹനേട്ടൻ എന്നെ കളിയാക്കാൻ നോക്കി. ഞാനൊരു പാവം പെണ്ണായതുകൊണ്ട് എനിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ദൈവം എനിക്ക് വേണ്ടി മോഹനേട്ടനോട് പ്രതികാരം ചെയ്തു. ഭാമേ, വലിയൊരു അപകടം പറ്റിയിരിക്കുമ്പോ ഇങ്ങനെ കളിയാക്കാൻ പാടില്ല. ഇതിലെന്താ മോഹനേട്ടൻ ഇത്ര വലിയ അപകടം? മോഹനേട്ടന് ഒരു നാടകം ഏർപ്പാടാക്കണം. അതിനുള്ള കാശ് അസോസിയേഷൻ തരില്ലേ? ആകെ ചെയ്യേണ്ടത് ഏതെങ്കിലും നാടക സമിതിയിൽ വിളിച്ച് ഒരു നാടകം ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. പരിപാടി നടക്കുന്ന ദിവസം അവർ കൃത്യസമയത്ത് വന്ന് നാടകം കളിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം. എന്നിട്ട് അവരുടെ കാശ് കൊടുക്കണം. ഇതത്ര വലിയ മലമറിക്കേണ്ട കാര്യം വല്ലതാണോ? ഭാമേ, എന്താ നീ പറയുന്ന കാര്യങ്ങൾ? ഏതെങ്കിലും സമ്മതിക്കേണ്ട നാടകമല്ല അവിടെ വേണ്ടത്. പിന്നെ ഞങ്ങളുടെ വില്ലേജ് ഓഫീസിലുള്ളവർ തന്നെ അഭിനയിക്കുന്ന നാടകമാണ് അവിടെ വേണ്ടത്. കാന്തല്ലൂർ വില്ലേജ് ഓഫീസിലെ ജീവനക്കാരോ അവരുടെ കുടുംബാംഗങ്ങളോ മാത്രമേ അഭിനയിക്കാൻ പാടുള്ളൂ. കൊള്ളാലോ പരിപാടി. സർക്കാർ ജീവനക്കാരുടെ ഇടയിൽ കലാബോധം വളർത്താനുള്ള കളക്ടറുടെ ഐഡിയ ആണത്രേ. സത്യത്തിൽ ആ കളക്ടറെ ഭ്രാന്താശത്തിൽ കൊണ്ടിടുകയാണ് വേണ്ടത്. ഇതൊക്കെയാണോ സർക്കാർ ജീവനക്കാരുടെ പരിപാടി? എന്തായാലും എനിക്കതെങ്കിൽ ഇഷ്ടപ്പെട്ടു. കാന്തല്ലൂർ വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണൻ സ്റ്റേജിൽ കയറി നിന്ന് നെഞ്ചും വിരിച്ചു നിന്ന് അഭിനയിക്കുന്ന കാണാലോ. എന്റെ പൊന്നോ, അത് കണ്ടിട്ട് എനിക്ക് മരിച്ചാലും വേണ്ടില്ല. ദൈവമേ, കുറ്റം പറയാൻ പറ്റില്ല. അത്യാവശ്യം ഒരു നാടകത്തിൽ അഭിനയിക്കാനുള്ള മിടുക്കൊക്കെ ഉണ്ട് മോഹനകൃഷ്ണ സാറിന്. പക്ഷേ സ്റ്റേജിൽ കയറി നിന്ന് മുദ്രാവാക്യം വിളിക്കുമെന്നാണ് പേടിക്കേണ്ടത്. ഉള്ള കാര്യം പറയാലോ സാറേ, നാടകത്തെ പറ്റി കേട്ടപ്പോ ഞങ്ങൾക്ക് 3 പേർക്കും വലിയ സന്തോഷമായി. നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെയൊക്കെയല്ലേ ഒന്ന് ഷൈൻ ചെയ്യാൻ പറ്റൂ? അങ്ങനെ പറയരുത്. ഞാൻ ഷൈൻ ചെയ്യുന്നത് നാടകം കളിച്ചിട്ടല്ലോ. അവനവന്റെ ജോലി ശരിക്കും ചെയ്താൽ ആർക്കും ഷൈൻ ചെയ്യാം. അതല്ല സാറേ, കളക്ടർ പറഞ്ഞിട്ട് നമ്മൾ ഈ നാടകം ചെയ്തില്ലെങ്കിൽ രണ്ടുണ്ട് ദോഷം. എന്തൊക്കെയാണ്? ഒന്നാമത് കളക്ടറെ ഇഷ്ടക്കേട്. പിന്നെ നമ്മൾ ചെയ്യാതിരുന്നാൽ വേറെ ഏതെങ്കിലും വില്ലേജുകാർ ചെയ്താലോ അവർ കളക്ടർ മുന്നിലാവും. അത് ശരിയാ സാറേ. അറിഞ്ഞോണ്ട് നമ്മൾ എന്തിനാ ഒരു അബദ്ധം കാണിക്കണത്? നമുക്ക് അതുപോലെ ഒരു നാടകം ചെയ്താൽ എന്താ? അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വില്ലേജ് ഓഫീസിലെ ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും മാത്രമേ അഭിനയിക്കാൻ പാടുള്ളൂ. ഈ വില്ലേജ് ഓഫീസിലാണെങ്കിൽ 1, 2, 3, 4 പേര് മാത്രമല്ലേ ഉള്ളൂ. അതിനെന്താ, നമ്മൾ 4 പേരും അഭിനയിക്കുന്നു. സാറ് നായകനായിക്കോ, ഞാൻ നായികയും. അതെങ്ങനെ ശരിയാവും? നായകൻ സാറാണെങ്കിൽ നായിക ഞാൻ തന്നെയാ. അതെവിടുത്തെ ന്യായം? സാറ് വില്ലേജ് ഓഫീസർ, ഞാൻ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ. സ്വയം പ്രഭ വെറും LD ക്ലർക്കല്ലേ? വില്ലേജ് ഓഫീസറുടെ നായികയായി LD ക്ലർക്ക് അഭിനയിച്ചാൽ അതിന്റെ മോശം സാറല്ലേ? അഭിനയത്തിൽ ഓഫീസറും ക്ലർക്കും ഒന്നുമില്ല. അല്ലെങ്കിൽ തന്നെ കാഞ്ചന സാർ ഇവിടെ വന്നിട്ട് മാസം 2 ആയുള്ളൂ. ഞാൻ ഈ മോഹനേശ്വര സാറിനെ കാണാൻ തുടങ്ങിയിട്ട് വർഷം 4 ആയി. അതും നാടകവും തമ്മിൽ എന്താ ബന്ധം? നായകൻ സാറാണെങ്കിൽ നായിക ഞാൻ തന്നെ. വേറെ ഉണ്ടല്ലോ പ്രശ്നം. കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളെ ഒരു സിനിമയിലും നായികയാക്കാറില്ല. കാഞ്ചന സാറിന്റെ കല്യാണം കഴിഞ്ഞതല്ലേ? ഇനി സാറിന് അഭിനയിച്ച് പറ്റുമെങ്കിൽ സാറ് ശിശുപാലൻ ചേട്ടന്റെ നായികയായിരിക്കും. നിങ്ങൾ രണ്ടുപേരുമാണെങ്കിൽ നല്ല ചേർച്ചയായിരിക്കും. നാടകത്തെ പറ്റി ആലോചന തുടങ്ങിയപ്പോഴേ ഇതാണ് അവസ്ഥ. അപ്പൊ നാടകം കളിക്കുമ്പോ എന്താവും? നാടകം വേണ്ട. സാറേ, അങ്ങനെ പറയരുത്. വെറുതെ ഒരു രസമല്ലേ. നായകനും നായികയൊക്കെ ആരാണെന്ന് നമുക്ക് പിന്നെ തീരുമാനിക്കാം. ആദ്യം നമുക്ക് വേണ്ടത് നല്ല കിടുക്ക നാടകം എഴുതി സംവിധാനം ചെയ്യുന്ന ഒരാളെയാണ്. നിങ്ങൾക്കൊക്കെ നിർബന്ധമാണെങ്കിൽ ഞാൻ തന്നെ ചെയ്യാം. പണ്ട്
ഞാൻ ചിറയെങ്കിൽ ചിത്രവിലാസം ബോയ്സ് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ തന്നെയാണ് നാടകരി സംവിധാനം ചെയ്തിട്ടുള്ളത്. ആ നാടകം സ്റ്റേജിൽ കളിക്കാൻ പറ്റുമോ സാർ? സാറേ, നമുക്ക് പുറത്തുനിന്ന് ഒരാളെ ഇറക്കാം സാർ, അതാ നല്ലത്. ശരി, ഞാൻ ശ്രമിച്ചു നോക്കട്ടെ. നല്ല ആളെ കിട്ടുകയാണെങ്കിൽ നമുക്ക് നാടകം കളിച്ച് നോക്കാം. തർക്കം വേണ്ട. ഇതെന്ത് പറ്റി മോഹനേഷ സാറിനൊരു മനംമാറ്റം? ഇതിന്റെ പിന്നിൽ വേറെ എന്തോ ഉണ്ട്. പക്ഷേ നാടകം കളിക്കുന്നുണ്ടെങ്കിൽ നായിക ഞാൻ തന്നെ. അത് നമുക്ക് കാണാം. അതെ, ആ കേട്ടത് ശരിയാണ്. സ്റ്റാഫ് അസോസിയേഷന്റെ വാർഷികത്തിനാ പ്രോഗ്രാം. എന്ന് തീരുമാനിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മോഹനേട്ടനല്ലേ ആള്, എന്തെങ്കിലും പറഞ്ഞു ഉടക്കിടും. അത് ഉറപ്പാണല്ലോ. വിളിച്ച ജില്ലാ കളക്ടർ എന്നല്ല, റവന്യൂ മന്ത്രി ആയാലും ഇത്തരം കാര്യങ്ങളിൽ മോഹനേഷ സാറിന് ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. നാടകം നടക്കുവാണെങ്കിൽ നല്ലതായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ മോഹനേട്ടനാണ് നായകൻ എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. നായകൻ സ്റ്റേജിൽ നിന്ന് ഡയലോഗൊക്കെ മറന്ന് വായി തോന്നുന്നതൊക്കെ പറഞ്ഞ് നാട്ടുകാർ കൂന്ന് കാണാൻ എന്നാ രസമായിരിക്കും. ശരി, തിരുവനന്തപുരത്തെ വിളിക്കാം. ഓക്കെ. നീ ആരോടാ സംസാരിച്ചത്? എന്നെ കൂടുതൽ വിദ്യാലക്ഷ്മിയോട്. മോഹനേട്ടന് നാടകത്തിന്റെ കാര്യം പറയായിരുന്നു. സ്റ്റേജിൽ കയറുന്ന നാടകം കളിക്കാനുള്ള ധൈര്യമൊന്നും മോഹനേട്ടനില്ല എന്നുള്ള കാര്യം എനിക്കറിയാലോ. എന്നാര് പറഞ്ഞു? ഞാൻ. നീ പറഞ്ഞപ്പോഴല്ലോ. ഞാൻ നാടകം കളിച്ചാലോ? ചുമ്മാ നടന്നത് തന്നെ നടക്കും. നിന്റെ ഈ പരിഹാസത്തിന്റെ ഒറ്റപ്പേരിൽ നാടകം കളിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇത്തവണത്തെ അസോസിയേഷൻ മീറ്റിംഗിന് മോഹനേഷിന്റെ നാടകം ഉണ്ടാകും ഉണ്ടാകും ഉണ്ടാകും. വെറുതെ നീ ഇങ്ങോട്ട് മാറിക്ക്, ഞാൻ കാണിച്ചു തരാം. നാടകമാ? ഇങ്ങോട്ട് മാറിക്കടി, മാറിക്ക്. ഹലോ, സാർ, ഞാൻ മോഹനേഷനാ, കാന്തല്ലൂർ വില്ലേജ് ഓഫീസിലെ വില്ലേജ് ഓഫീസർ. ഞാൻ സാർ പറഞ്ഞ കാര്യം ആലോചിച്ചായിരുന്നു. നാടകം ഞങ്ങൾ കളിച്ചോളാം. അതെന്താ സംശയം സാർ? ഞാനൊരു കാര്യം മോശമായിട്ട് ചെയ്യില്ല എന്ന് സാറിന് അറിയാലോ. ശരി സാർ, അത് ഞാൻ ഏറ്റു. മതിയോ? സാക്ഷാൽ ജില്ലാ കളക്ടർ വിളിച്ച് ഞാൻ വാക്ക് പറഞ്ഞതാണ് നീ ഇപ്പൊ കേട്ടത്. ആ നാടകം മോഹനകൃഷ്ണൻ കളിച്ചിരിക്കും. എന്തുകൊണ്ടാണെന്നറിയാമോ? നിന്റെ അഹങ്കാരം തീർക്കാൻ. നിന്റെ കൂട്ടുകാരി വിദ്യാലക്ഷ്മിയോട് നീ പറഞ്ഞത് മുഴുവൻ തെറ്റായിരുന്നുവെന്ന് സ്ഥാപിക്കാൻ വേണ്ടി. ഞാൻ നല്ല അന്തസ്സായി നാടകം കളിച്ച് കഴിയുമ്പോ നീ വിദ്യാലക്ഷ്മിയോട് എന്ത് പറയും? മോഹനൻ കളക്ടറോട് വാക്ക് പറഞ്ഞുള്ള സത്യമാണല്ലോ അല്ലേ? നീ കേട്ടില്ലേ? ഇന്നത് മാറ്റി പറയാൻ പറ്റുമോ? കളക്ടർ കൊടുത്ത വാക്കല്ലേ, എങ്ങനെ മാറ്റി പറയാൻ പറ്റും? ഒരിക്കലും മാറ്റാൻ പറ്റില്ല. എങ്കിൽ ഞാനൊരു സത്യം പറഞ്ഞോട്ടെ. എന്തോന്ന്? ഞാൻ വിദ്യാലക്ഷ്മിയോട് ഒന്നും പറഞ്ഞില്ല. എന്ത്? മോഹനട്ടൻ ഗേറ്റ് കടന്നു വരുന്നത് കണ്ടപ്പോ വെറുതെ വാശി പിടിപ്പിക്കാൻ വേണ്ടി ഓടി വന്ന് ഫോൺ എടുത്ത് പിടിച്ച് ചുമ്മാ ഒറ്റയ്ക്കൊന്ന് സംസാരിച്ചതാ. അങ്ങനെ സത്യഭാമയുടെ ബുദ്ധി കൊണ്ട് മോഹനകൃഷ്ണ സാറ് നാടക നടനായി. കരം തീർത്ത രസീത് കൊടുക്കുന്നത് പോലെയോ വരുമാന സർട്ടിഫിക്കറ്റ് എഴുതുന്നത് പോലെയോ അല്ല നാടകം എഴുതുന്നതും സംവിധാനം ചെയ്യുന്നതും രംഗത്ത് അവതരിപ്പിക്കുന്നതുമെന്ന് വില്ലേജ് ഓഫീസർക്ക് അറിയാമോ എന്തോ. എന്തായാലും നാടകം കളിക്കുമെന്ന് കളക്ടർക്ക് വാക്ക് കൊടുത്ത സ്ഥിതിക്ക് ഇനി രണ്ടും കൽപ്പിച്ച് അരങ്ങിലേക്ക് ഇറങ്ങുകയേ വഴിയുള്ളൂ. ആള് മോഹനകൃഷ്ണൻ ആയതുകൊണ്ട് കളിക്കുന്നത് നാടകം തന്നെയാണോ എന്ന് കളി കഴിഞ്ഞാലേ നിശ്ചയിക്കാനാവൂ എന്നതിനാൽ കളി കാണാൻ തയ്യാറുള്ളവർ നാളെ രാത്രി 9 മണിക്ക് കാര്യം നിസ്സാരം കാണുക.